നമസ്കാരം, എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ S2 എക്സാം 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഒരു റിവിഷൻ ലൈവ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 5th മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് 2022 ജൂണിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ മൊഡ്യൂൾ 5 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൊഡ്യൂൾ 5 വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. മൊഡ്യൂൾ 5 സാധാരണ ഫൊറിയർ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. എല്ലാവരും സാധാരണ അത് ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. കാരണം അതിൻ്റെ ആൻസർ കീ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്കീം ഓഫ് ഇവാലുവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഫോമിലേക്ക് എഴുതുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് 3 മാർക്കോ 4 മാർക്കൊക്കെ ഫോമിലയും ഇൻ്റഗ്രേഷൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വരെ തന്നെ നമുക്ക് 3-4 മാർക്കൊക്കെ കിട്ടുന്നതാണ് സാർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിമ്പിളാണ് സംഗതി, അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ ഇത് പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ജൂണോ ജൂലൈ 2022 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 5 ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ഫൊറിയർ തന്നെയാണ്. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e raised to minus x, x greater than 0. e raised to minus x, x greater than 0 ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അറിയാലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം ഫോമിൽ എഴുതാം. ആ ഫോമിൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല fs of omega equal to root of 2/pi integral 0 to infinity f of x into sin omega x dx എന്ന ഫോമിൽ എഴുതും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഫംഗ്ഷൻ നമ്മുടെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് 2/pi ഇൻ്റഗ്രൽ 0 to infinity. ഇവിടെ ലിമിറ്റ് സ്പെസിഫിക് ആയിട്ട് വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണോ ലിമിറ്റ് ഉള്ളത് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇവിടെ 0 to infinity ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 0 to infinity e raised to minus x into sin omega x dx. sin omega x dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറായി ഒമേഗയിലുള്ളൊരു ആൻസർ നമുക്ക് കിട്ടും. പക്ഷേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയൊരു സീരീസ് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോമുല പഠിച്ചു വയ്ക്കാം. ഇൻ്റഗ്രൽ 0 to infinity e raised to minus ax into sin bx, e raised to minus ax into sin bx dx equal to b by a square plus b square. b by a square plus b square എന്നുള്ള ഫോമുല നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. ആ ഫോമുല നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ. a എന്ന് പറഞ്ഞാൽ e raised to minus x, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ a എന്ന് പറയുന്നത് -1, സോറി +1. a എന്ന് പറയുന്നത് 1 അല്ലേ, +1. ആൻഡ് b എന്ന് പറയുന്നത് എന്താ, സൈൻ എക്സിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒമേഗ. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക, റൂട്ട് ഓഫ് 2/pi ഇവിടെ b എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 1 + 1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ. 1 + ഒമേഗ സ്ക്വയർ എന്ന് വരും. 1 സ്ക്വയർ ഇസ് 1 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനൊരു മാർക്കാണ്. ഈ ഒരു ഫോമുല എഴുതി ഈ ഒരു വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു മാർക്കാണ്. ഈ ഇക്വേഷൻ ഫൈനൽ ആൻസർ എഴുതുന്നതിന് ഒരു മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് വരുന്നത്, 3 മാർക്ക് വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈസി അല്ലേ? ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഇൻ്റഗ്രേഷൻ ഫോമുല. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ഓഫ് f of x equal to sin x if 0 less than x less than pi
and 0 if x greater than pi. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സൈൻ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആണ്, ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെയും നമുക്ക് ഫോർമുല ഉണ്ട്, ആ ഫോർമുല പഠിച്ചു വയ്ക്കാം. എന്താണ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ? ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ f of x equal to integral 0 to infinity b of omega sin omega x d omega, where b of omega is 2 by pi integral 0 to infinity f of v into sin omega v dv. അല്ലേ, നമ്മൾ ആകെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ 2 by pi integral 0 to infinity f of v into sin omega v dv ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലേ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഫോർമുല ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 by pi ഇൻ്റഗ്രൽ എവിടെ വരെയാണ് ലിമിറ്റ് വേണ്ടത്? 0 to pi ആണ് നിങ്ങൾ ലിമിറ്റ് എഴുതേണ്ടത്. ഇൻ്റഗ്രൽ 0 to pi എഫ് ഓഫ് വി ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് വി എന്തായിരിക്കും? സൈൻ വി ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സൈൻ വി ഇൻറ്റു പിന്നെ ഇവിടെ ഉള്ളത് സൈൻ ഒമേഗ വി ഡി വി. ഓക്കെ, ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞ ഫോമുല ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു പ്ലസ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ഫോമുല ഉണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കാം. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി ആണ്. -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ആ ഫോമുല നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 2 by pi ഇൻ്റഗ്രൽ 0 to pi ഹാഫ് ഇൻറ്റു ഇവിടെ ഇതാണ് എ ഇതാണ് ബി അല്ലേ. ഇപ്പോൾ കോസ് വി പ്ലസ് ഒമേഗ വി മൈനസ് കോസ് വി മൈനസ് ഒമേഗ വി ഇൻറ്റു ഡി വി ഇങ്ങനെ വരും. ഓക്കെ അല്ലേ, ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വാരിയബിൾ വി ആയതുകൊണ്ട് ഈ വിനെ ഔട്ട് സൈഡ് എടുത്തിട്ട് ഒരു ടേം ആയിട്ട് എഴുതാം. ഈ 2ഉം 2ഉം നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. ഫൈനലി 1 by pi ഇൻ്റഗ്രൽ 0 to pi കോസ് ആ വി ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി മൈനസ് വി കോസിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ, കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു വി എന്ന് വരും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 by pi ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വി 1 പ്ലസ് ഒമേഗ മൈനസ് സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ. 0 to pi ലിമിറ്റ് നമ്മൾ 0 to pi ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൈ ആണ് നമ്മൾ വിക്ക് പകരം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. 1 by pi ഇവിടെ 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി അതിന് പൈ ആണ് കൊടുക്കുന്നത്. സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇതാണ് കിട്ടുക. മൈനസ് ലോവർ ലിമിറ്റിൽ വിക്ക് പകരം 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ സൈൻ 0 എന്ന് വരും. ഇതും സൈൻ 0 ആണ്, ഇവിടെയും സൈൻ 0 ആണ്. സൈൻ 0 ആണല്ലോ, അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുമ്പ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. നമുക്ക് ഇത്ര എഴുതിയാൽ മതി, ആൻസർ ആയി. സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. സൈൻ ഓഫ് പൈ പ്ലസ് പൈ ഒമേഗ, ഈ ഒമേഗ 1 പ്ലസ് ഒമേഗയുടെ അകത്തേക്ക് പൈ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ എന്ന് വരും മൈനസ് സൈൻ ഓഫ് പൈ മൈനസ് പൈ ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ഇനി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അറിയില്ലെങ്കിൽ എഴുതി വയ്ക്കുക. സൈൻ ഓഫ് പൈ പ്ലസ് പൈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ പൈ ഒമേഗയാണ്. ഓക്കെ, അതേപോലെ സൈൻ ഓഫ് പൈ മൈനസ് പൈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഒമേഗയാണ്, സൈൻ പൈ ഒമേഗയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇത് തേർഡ് ക്വാഡ്രന്റിലും ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് നമ്മൾ സൈൻ പൈ പ്ലസ് തീറ്റ എഴുതുമ്പോൾ മൈനസ് സൈൻ തീറ്റ എന്നും, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് സൈൻ പൈ മൈനസ് തീറ്റ എന്ന് എഴുതുമ്പോൾ സൈൻ തീറ്റ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ട്രിഗ്നോമെട്രി ആണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ആദ്യത്തെ ബ്രാക്കറ്റിൽ കാണുന്ന സാധനം മൈനസ് സൈൻ പൈ ഒമേഗയും രണ്ടാമത്തെ സൈനിൻ്റെ വാല്യൂ സൈൻ പൈ ഒമേഗയും ആയിരിക്കും. ദാറ്റ് ഇസ് 1/π മൈനസ് സൈൻ പൈ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് ഇത് പോസിറ്റീവാണ് വരിക സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ. ഇവിടെ സൈൻ പൈ ഒമേഗ രണ്ടിലുണ്ട് അല്ലേ, മൈനസ് ഉണ്ട്, അത് നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, മൈനസ് സൈൻ പൈ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ എന്നുണ്ടാവും. ഇവിടെ 1/1 പ്ലസ് ഒമേഗ രണ്ടും പോസിറ്റീവ് ആവേ 1/1 മൈനസ് ഒമേഗ എന്ന് വരും. ഇത്രയും സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണമെന്നില്ല. മൈനസ് സൈൻ പൈ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഈ രണ്ട് ഒമേഗ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ബാലൻസ് വരിക 2. അപ്പോൾ മൈനസ് 2 സൈൻ പൈ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബി ഓഫ് ഒമേഗ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ബി ഓഫ് ഒമേഗ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഫ് ഓഫ് എക്സിനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഫൈനൽ ആൻസർ എഴുതേണ്ടത്. Therefore the integral representation, the Fourier sine integral representation is Fourier sine integral representation. Fourier sine integral representation is f of x equal to integral 0 to infinity b of omega ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. -2 sin pi omega divided by pi into 1 minus omega square. ഈ മൈനസ് വേണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒമേഗ സ്ക്വയർ മൈനസ് 1 ആയിട്ട് മാറും കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ഇതും. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു കുഴപ്പം, കുറച്ച് ലെങ്തി ആണ് ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യനും ഉള്ളത്. രണ്ടാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അടുത്ത് നോക്കൂ, ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. Fourier series, Fourier transformൽ നിന്നുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. Find the Fourier transform of f of x equal to e raised to x if minus a less than x less than a and 0 otherwise. Fourier transform ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Fourier transformൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ആദ്യം അറിയണം. ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കുക. f of omega equal to 1/√2π root of 2π integral minus infinity to infinity f of x into e raised to minus I omega x dx. ഇതാണ് Fourier ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഫംഗ്ഷൻ അറിയാം 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വേണ്ട, -a to +a മതി. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫംഗ്ഷൻ 0 ആണ്, അതുകൊണ്ട് -a to +a. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e raised to x ആണ്. e raised to minus I omega x കൂടെ ഉണ്ട് dx. That is equal to 1/√2π ഇൻ്റഗ്രൽ -a to a. ഇവിടെ x വാരിയബിൾ ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. നമുക്ക് e raised to x minus I omega x എന്ന് എഴുതാം. അതിൽ തന്നെ ഞാൻ x പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ് 1 minus I omega into x. ശരിക്കും x minus I omega x എന്നാണ് വരിക. അതിലെ ആ എക്സിനെ പുറത്തേക്ക് എടുത്ത് 1 minus I omega into x എന്ന് കിട്ടും dx. ഓക്കെ, ഇങ്ങനെ വരും, ശരിയല്ലേ. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/√2π e raised to 1 minus I omega into x ഇൻ്റഗ്രൽ അത് തന്നെയാണ് വരിക. ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് 1 minus I omega. ഇത് -a to +a നമ്മൾ ലിമിറ്റ് കൊടുക്കണം. -a to +a ലിമിറ്റ് കൊടുക്കാം. വെറുതെ -a + a ലിമിറ്റ് കൊടുത്ത് അവിടെ എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2π അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള കോമൺ ഡിനോമിനേറ്റർ ആണ്, അത് നമ്മൾ ഒന്നിച്ച് എഴുതും. 1 minus I omega എന്ന് എഴുതും. അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള a കൊടുക്കുക, എക്സിന് പകരം e raised to 1 minus I omega into a. മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -a കൊടുക്കുക, e raised to ആ മൈനസ് ഞാൻ പുറത്ത് എഴുതാം 1 minus I omega into a. ഇവിടെ -a കൊടുത്തോണ്ടാണ് കേട്ടോ ഇവിടെ മൈനസ് വന്നത്. ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും.
ഇത്രയും എഴുതിയാൽ 7 മാർക്ക്. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും നിങ്ങൾ പോകണ്ട. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 7 മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ അത്യാവശ്യം സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കൂടുതൽ ലെങ്തി ആയിട്ട് എഴുതി. പക്ഷേ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഫോമിൽ എഴുതുന്നതിന് 3 മാർക്കാണ് കേട്ടോ. ഈ ഫോമിൽ എഴുതുന്നതിന് 3 മാർക്കാണ്. അതുപോലെ ഈ ഒരു ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പ് എഴുതുന്നതിന് നിങ്ങൾക്ക് 2 മാർക്കാണ്. അപ്പോൾ തന്നെ 5 മാർക്കായില്ലേ? പിന്നെ ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇത്രയും സിംപ്ലിഫൈ ചെയ്യുന്നതിന് 2 മാർക്കാണ്. അങ്ങനെയാണ് ടോട്ടൽ 7 മാർക്ക്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? 3. 4ാമത്തെ ചോദ്യം നോക്കൂ. 4ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. f of x equal to cos x if 0 less than x less than pi by 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ ഫോർമുല ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ f of x equal to integral 0 to infinity a of omega cos omega x d omega where a of omega is 2 by pi integral 0 to infinity f of v into cos omega v dv എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a of omega ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 by pi integral 0 to infinity വേണ്ട, pi by 2 വരെ മതി. pi by 2 കൊടുക്കുക. f of v എന്ന് പറഞ്ഞാൽ cos v ആണ് വരിക. cos v into cos omega v dv അല്ലേ? ഇവിടെയും ഫംഗ്ഷൻ കോസ് എ കോസ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മളിവിടെ ഫോമിൽ എഴുതി വെച്ചിട്ടുള്ളത്. കോസ് എ കോസ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? -1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആയിട്ട് വരും അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 by pi integral 0 to pi by 2 half into cos v plus omega v plus cos v minus omega v into dv. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ 2 കട്ട് ചെയ്ത് കളയാം അല്ലേ? 2 കട്ടായിപ്പോൾ ബാലൻസ് 1 by pi. ഞാൻ ഈ v ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് pi by 2 cos 1 plus omega into v plus cos 1 minus omega into v. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടാം? 1 by pi into cosine integral sine 1 plus omega into v divided by 1 plus omega, okay, plus sine again sine of 1 minus omega into v divided by 1 minus omega from 0 to pi by 2 ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. 1 by pi into അപ്പർ ലിമിറ്റ് നമുക്ക് pi by 2 കൊടുക്കാം. pi by 2 മാത്രം കൊടുത്താൽ മതിയാവും. ലോവർ ലിമിറ്റ് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 0 കൊടുത്താൽ സൈൻ 0 എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ രണ്ട് സൈഡിലും അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയേ. സൈൻ ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു pi by 2 by 1 plus omega എന്ന് വരും. പ്ലസ് സൈൻ ഓഫ് 1 minus omega into pi by 2 by 1 minus omega. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. എന്താണ് സിംപ്ലിഫൈ ചെയ്ത് കിട്ടാം? ആ സിംപ്ലിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ 1 by pi ഇൻറ്റു ഇങ്ങനെയുണ്ട് നമ്മുടെ കയ്യിൽ. സൈൻ ആന pi by 2 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണേ. pi by 2 പ്ലസ് ഒമേഗ pi by 2 by 1 plus omega minus plus sine of pi by 2 minus omega pi by 2 by 1 minus omega ഇങ്ങനെ വരും അല്ലേ? ഇനി നമുക്കറിയാം സൈൻ ഓഫ് pi by 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കോസ് എക്സ് ആണ്. ഓക്കെ, കോസ് എക്സ് ആണ്. അതുപോലെ തന്നെ സൈൻ ഓഫ്
പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും എന്താണ് കോസ് എക്സ് ആണ്. കാരണം ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, സോറി സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ കോസ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്, അപ്പോൾ സൈൻ മാറ്റിയാൽ കോസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുക നോക്കുക, 1 ബൈ പൈ കോസ് ഒമേഗ പൈ ബൈ 2 എന്ന് കിട്ടും അല്ലേ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ, പിന്നെ പ്ലസ് കോസ് ഒമേഗ പൈ ബൈ 2 ബൈ 1 മൈനസ് ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഒമേഗ പൈ ബൈ 2 കോമൺ ആണ്, കോസ് ഓഫ് ഒമേഗ പൈ ബൈ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, ബൈ പൈ ഇൻറ്റു 1 പ്ലസ് 1 ബൈ ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ഒമേഗ പൈ ബൈ 2 ബൈ പൈ, ഇത് ക്രോസ് ചെയ്താൽ 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഈ ഒമേഗ ഒമേഗ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ബാലൻസ് വരുന്നത് 2 കോസ് ഒമേഗ പൈ ബൈ 2 ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ എ ഓഫ് ഒമേഗ. ഫൊറിയർ കൊസൈൻ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് എ ഓഫ് ഒമേഗയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ആ എ ഓഫ് ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് വരണം. അപ്പോൾ എഫ് ഓഫ് എക്സ് റെപ്രസെൻറ്റേഷൻ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇതാണ് എ ഓഫ് ഒമേഗ, അത് 2 കോസ് ഒമേഗ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ, പിന്നെ ഇവിടെ എന്തുണ്ടാവും, കോസ് ഒമേഗ എക്സ് ഉണ്ടാവും, കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമ്മുടെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇതാണ് 7 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫൈൻഡ് ദ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ്. കൊസൈൻ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ if 0 less than x less than 1 and 0 if x greater than 1. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇവിടെ ആദ്യം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫംഗ്ഷൻ. ഇവിടെ 0 ടു 1 ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇവിടെ ഉണ്ടാവും, ഇന്റഗ്രൽ 0 ടു 1 എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സീരീസ് ഓഫ് ഇൻറ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയറിനെ ഫസ്റ്റ് എക്സ് സ്ക്വയർ ഫസ്റ്റ് എഴുതുക, എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ എഴുതുക, പിന്നെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എഴുതുക, കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്. ഇനി ഈ 2 ബ്രാക്കറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x അല്ലെ, എക്സ് സ്ക്വയർ ആണ് അതിന്റെ ഡെറിവേറ്റീവ് 2x. ഇനി സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ അല്ലെ. ഇവിടെ ഓൾറെഡി ഒരു ഒമേഗ ഉണ്ട്, ഇനി ഒരു ഒമേഗ കൂടെ വരും, അപ്പോൾ ഒമേഗ സ്ക്വയർ കിട്ടും. പ്ലസ് 2xന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ അഗെയിൻ മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ക്യൂബ്. ഇനി അടുത്തത് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് ആണ്, 0 ആണ് അവിടെ അവസാനിപ്പിക്കാം, 0 ടു 1. ഡയറക്റ്റ് ആയിട്ട് 1 മാത്രം കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ട് 0 വരും, ഇവിടെ എക്സ് ഉണ്ട് 0 വരും, പിന്നെ ഇവിടെ സൈൻ 0 ആണ്, അത് 0 ആയി പോകും അല്ലേ. അപ്പോൾ കംപ്ലീറ്റ്ലി ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പർ ലിമിറ്റ് എക്സ് ആണ് നിങ്ങൾ 1 കൊടുക്കേണ്ടത്, എക്സിന് പകരം 1 കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും, സൈൻ ഒമേഗ ബൈ ഒമേഗ മൈനസ് 2 ഇൻറ്റു ഇവിടെ മൈനസ് വരുന്നുണ്ട്, അപ്പോൾ പ്ലസ് ആവുക, കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ, എക്സിനൊക്കെ 1 ആണ് കൊടുക്കുന്നത്, മൈനസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക, സോറി 7 മാർക്കാണ് കിട്ടുക. ഇത്രയും എഴുതിയാൽ 7 മാർക്ക്. ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്കാണ് ഈ ഒരു ഫോമിൽ എഴുതുന്നതിന്. ഇതിന് നമുക്ക് 2 മാർക്ക് കിട്ടും, ഈ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 2 മാർക്ക്. ടോട്ടൽ 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഈ മൊഡ്യൂൾ വെറുതെ നിങ്ങൾ കളയണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. 20 മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആകെ പഠിക്കേണ്ടത് ചെറിയ 1-2 ഇൻറ്റഗ്രേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മൾ ഇതുപോലെ ഇനി എക്സാം വരെ റെഗുലറായിട്ട് 10th മുതൽ 10ാം തീയതി മുതൽ 13ാം തീയതി വരെ
എല്ലാ ദിവസങ്ങളിലും ലൈവ് ക്ലാസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, റിവിഷൻ. അപ്പോൾ ടൈം ഉച്ചയ്ക്കായിരിക്കും. ഉച്ചയ്ക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 3 മണി ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലൈവായിട്ട്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.